മനസ്സിന് ഏറ്റവും സമാധാനം നൽകുന്ന ഒരു ദിവസമാണിത്. ഭയങ്കര റിലാക്സ്ഡ് ആണ് ഞാനിപ്പം. കാരണം അത്രയും വലിയൊരു ടോർച്ചർ ഞാൻ കുറെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വീഡിയോസ് ആയിട്ടും മെസ്സേജുകളായിട്ടും കമന്റുകളായിട്ടും ഒക്കെ അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു വ്യക്തി നേരിട്ട് മുമ്പ് അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പ്രചോദനമായിരിക്കും ഒരു വ്യക്തി ഞാൻ പങ്കെടുക്കുന്ന ചടങ്ങില് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് അല്ല, പല പരാമർശങ്ങളും ആ സദസ്സിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടു എന്നുള്ള സ്ഥലത്താണ് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരാൾ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി. ഇവിടെ ഒരു നിയമമുണ്ട്, ഇതൊരു ക്രിമിനൽ ആക്ട് ആണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നുള്ളത് ഒരു അത്രയും നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്തും സ്റ്റേറ്റിലും ജീവിക്കുന്ന വ്യക്തി പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പുറകെ നടന്ന് ആക്രമിക്കപ്പെടുകയാണ്. അതിനൊരു അറുതി വേണം എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഞാനും എന്റെ കുടുംബവും എന്നെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ ഹ്യൂജ് ഒരു സപ്പോർട്ടായിരുന്നു. അവരെല്ലാവരും കൂടി എടുത്തൊരു ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത്. അപ്പൊ ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സംസാരിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി. എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, എന്റെ ഫാമിലിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തോട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് എനിക്കൊരു വാക്കും തന്നിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ DGP സാറിന്റെ അടുത്ത് സംസാരിച്ചു, മറ്റ് പോലീസ് ഒഫീഷ്യൽസിന്റെ അടുത്തെല്ലാം ഞാൻ സംസാരിക്കുകയും അത് കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഞാൻ അഡ്രസ് ചെയ്യുന്നതെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എനിക്കുമുണ്ട്. കാരണം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും വ്യക്തമായിട്ട്, ഇത്രയും കൃത്യമായിട്ട്, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു നടപടി സ്വീകരിച്ചത്.